ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് 1 ലെയർ സാരി ഇടുന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 സൈഡ് എടുക്കുമ്പോൾ മുന്താണിയുടെ അളവ് വ്യത്യാസമാണ്, നമ്മൾ പ്ലീറ്റ് എടുത്ത് ഇടുമ്പോൾ ഉള്ള അളവ് വ്യത്യാസമാണ്. ഇവിടുത്തെ ഷോൾഡറില്ലേ, റൈറ്റ് ഹാൻഡ് ഷോൾഡറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ നിവർത്തി പിടിക്കുക. ഹാൻഡ് അതായത് മിഡിലായിട്ട്, നമ്മൾ താഴ്ത്തുന്നില്ല, ഏറ്റവും മേളിൽ പോകുന്നില്ല, മിഡിലായിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ഷോൾഡർ മുതൽ ഈ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഞാൻ എടുക്കുന്ന ഈ കൈപ്പത്തിയുടെ മിഡിൽ ഫിംഗറില്ലേ, ഈ ഫിംഗറാണ് ഞാൻ അളവായിട്ട് എടുത്തേക്കുന്നത്. അത്രയും ലെങ്ത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ ഈ മുന്താണി വിട്ടേക്കുന്നത്. ഇതിൽ ഒരു സ്റ്റിച്ച് വരുമല്ലോ നമ്മുടെ ബ്ലൗസിൻ്റെ, ആ ബ്ലൗസിൻ്റെ പുറകിലായിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ. ഇപ്പോൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടം വരെ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൗസിൻ്റെ ഇവിടെയും നമുക്ക് പിൻ ചെയ്യുന്ന നല്ലതാണ്. ഈ ഒരു സാരിയെ നല്ലവണ്ണം ഒരു മടക്കുകൾ ഒന്നുമേ ഇല്ലാതെ ഞാനിതിങ്ങനെ നിവർത്തി വെച്ചു. ഞാനിപ്പോൾ ഈ വിരൽ ചൂണ്ടുന്നത് ആ പോർഷൻ മുതൽ ഞാനിത് ബാക്കിലേക്ക് എടുക്കുകയാണ്. ഒരു സേഫ്റ്റി പിൻ കുത്തുന്നു. ഇപ്പം കണ്ടില്ലേ, ഇതിനി ഇവിടെ നിന്ന് അനങ്ങൂല. ഇപ്പോൾ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ ആ ബോർഡറിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് പ്ലീറ്റ്സ് എടുക്കാം. കുഞ്ഞു പ്ലീറ്റോ വലിയ പ്ലീറ്റോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കയ്യിൽ ചെയ്യാൻ പറ്റുന്നത് മതി. സാരിയുടെ രീതി അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ പ്ലീറ്റ്സ് എടുക്കാൻ. നല്ലവണ്ണം നമ്മുടെ ബോഡിയുമായിട്ട് ചേർന്നിരിക്കുന്ന മാതിരി തന്നെയാണ് നമുക്ക് ഈ പ്ലീറ്റ്സ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഈ പ്ലീറ്റ്സിനെ ഞാൻ അടിഭാഗത്തുനിന്ന് വീണ്ടും ഒരു സേഫ്റ്റി പിൻ വെച്ച് പിൻ ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ഹെയർ ബാൻഡ് കൂടി ഇടാം. ഹെയർ ബാൻഡ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടിഭാഗത്തേക്ക് ബ്ലൗസിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പിൻ ചെയ്യാം, ഇല്ല തനിയെ വേണമെങ്കിലും പിൻ ചെയ്യാം. ഈ ഹെയർ ബാൻഡ് ഇല്ലേ, അത് കയ്യിലേക്ക് അങ്ങ് കൊടുക്കാം. സാരി ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു ഫീലിംഗ് വരില്ല. അപ്പോൾ ഹെയർ ബാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലതായിട്ട് ഒതുങ്ങി കിട്ടിയിട്ടില്ലേ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിൻ ചെയ്തത് എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് അനങ്ങാൻ പോകുന്നില്ല. ഇതുമാതിരിയുള്ള പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അണ്ടിൽ ദെൻ ബൈ.